ഹായ് ഹലോ എവ്രി വൺ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻട്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് SSC CGL റിലേറ്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് സിലബസിന്റെ ഡിസ്കഷൻ ആണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. സോ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് SSC CGL ഇംഗ്ലീഷ് സിലബസ്, the strategies that we need to adopt, what and all things are there in this particular syllabus, what and all topics are covered, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് in order to approach this particular section in a very good manner. Okay, and what are the pitfalls to avoid? Okay, ഇത്രയും കാര്യങ്ങൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ SSC CGL പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം it is going to be really informative. So just don't miss it. So watch till the end. Okay, so without any delay, let's start the session, and I'm here, Shweta, along with you. So ഈ ഒരു SSC CGL എക്സാമിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്കറിയാം അവിടെ വരുന്നത് നമുക്ക് 4 ഡിഫറെന്റ് ആയിട്ടുള്ള സെഗ്മെന്റ്സ് ആണ് അല്ലെ. സോ റീസണിങ് വരുന്നുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് വരുന്നുണ്ട്, ജനറൽ അവയർനെസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് സെഗ്മെന്റും വരുന്നുണ്ട്. ഇതിൽ പലർക്കും ഇംഗ്ലീഷ് സെഗ്മെന്റ് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഇല്ലാതിരിക്കാനായിട്ട് ഓക്കെ, ഈവൻ ബിഗിനേഴ്സിന് പോലും എങ്ങനെ ഈ ഒരു SSC CGL ഇംഗ്ലീഷിനെ സമീപിക്കണം എന്നുള്ള ഒരു ഐഡിയ തരാനായിട്ടാണ് ഞാനിവിടെ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഇംഗ്ലീഷിന്റെ എക്സ്ക്ലൂസീവ്ലി SSC CGL ഇംഗ്ലീഷിന്റെ കാര്യം എടുത്തു നോക്കുന്ന സമയത്ത് നമുക്കറിയാം CGL-ന് ടയർ 1, ടയർ 2 എന്നിങ്ങനെ 2 ലെവൽസ് ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ ടയർ 1-ല് നമുക്ക് ഇംഗ്ലീഷിന്റെ സെഗ്മെന്റിൽ വരാനായിട്ട് പോകുന്നത് 25 ചോദ്യങ്ങളാണ്. ഓക്കെ, 25 ചോദ്യങ്ങൾ വരും. അതിന് 50 മാർക്സ് ആണ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ഓക്കെ, 25 ചോദ്യങ്ങൾ 50 മാർക്സ്. ഓക്കെ, ഇനി ടയർ 2-ലോട്ട് പോകുന്ന സമയത്തോ ഇംഗ്ലീഷ് കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് മാറുന്നു. അവിടെ 45 ചോദ്യങ്ങളാണ് നമുക്ക് ടയർ 2-ൽ വരാനായിട്ട് പോകുന്നത്. അതിന് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് 135 മാർക്സ് ആണ്. സോ ഇംഗ്ലീഷിന്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രമാണെന്ന് ആലോചിച്ച് നോക്കും അല്ലെ. 45 ചോദ്യങ്ങളും ഒരു ചോദ്യത്തിന് 3 മാർക്ക് എന്നുള്ള രീതിക്ക് 135 മാർക്സും ആണ് നമുക്ക് അവിടെ കിട്ടാനായിട്ട് പോകുന്നത്. Okay, so English is the true rank maker when it comes to SSC CGL എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് സിലബസ് സെഗ്മെന്റേഷനിലോട്ട് പോകാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത് ഒരു 3 സെക്ഷൻ സ്ട്രാറ്റജിയാണ്. നമുക്ക് തന്നിരിക്കുന്ന SSC ഇംഗ്ലീഷിന്റെ സിലബസ് നമ്മളൊന്ന് ഡീകോഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സിലബസിനെ 3 ഡിഫറെന്റ് കമ്പാർട്ട്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതിൽ ആദ്യത്തെ കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഗ്രാമർ ആണ്. ഓക്കെ, അപ്പൊ ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ധാരാളമായിട്ട് ഈ ഒരു എക്സാമിന് എക്സ്പെക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഗ്രാമറിന്റെ ഫൗണ്ടേഷൻ കൃത്യമാക്കി വെക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Okay, so we need to be well versed or thorough in the foundations or even the basics of grammar. അപ്പൊ അവിടെ ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ് നമുക്ക് അറിഞ്ഞിരിക്കണം, യൂസേജസ് നമുക്ക് അറിഞ്ഞിരിക്കണം, സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ടൈപ്പ് ഓഫ് റൂൾസ് റിലേറ്റഡ് ടു സർട്ടൻ ഗ്രാമാറ്റിക്കൽ ആസ്പെക്ട്സ് ഉണ്ടെങ്കിൽ അത് നമുക്കറിയണം. ഓക്കെ, ഇനി നമുക്ക് ലോജിക് യൂസ് ചെയ്ത് അതെങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതും അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഗ്രാമർ ഇസ് നമ്പർ 1 കമ്പാർട്ട്മെന്റ് ഓഫ് SSC ഇംഗ്ലീഷ്. ഓക്കെ, ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പാർട്ട്മെന്റ് ആയിട്ട് വരുന്നത് ഏതാണ്? വൊക്കാബുലറി ആണ്. ഓക്കെ, ഇപ്പൊ വൊക്കാബുലറി എന്ന് പറയുമ്പോൾ വേർഡ് പവർ ആണ് അല്ലെ. സോ നല്ല രീതിക്കുള്ള ഒരു വൊക്കാബുലറി ബിൽഡ് ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആസ് SSC CGL ആസ്പിറൻസ് ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പം നല്ല രീതിക്ക് നമുക്ക് വേർഡ് പവർ ഉണ്ടായിരിക്കണം. അതെങ്ങനെ എന്നുള്ളത് നമുക്ക് നോക്കണം. ഇനി കോംപ്രഹെൻഷൻ ആണ് 3ാമത്തെ കമ്പാർട്ട്മെന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അവിടെ നമ്മുടെ സ്പീഡും അതുപോലെ അനലൈസ് ചെയ്യാനായിട്ടുള്ള പാസേജസ് അനലൈസ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റിയും അതുപോലെ അണ്ടർസ്റ്റാൻഡിങ് ലെവലും ആണ് ചെക്ക് ചെയ്യപ്പെടുന്നത്. സോ ഒബ്വിയസ്ലി കോംപ്രഹെൻഷനിൽ നമ്മൾ നല്ല രീതിക്ക് സ്കോർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് CGL-ന്റെ ഇംഗ്ലീഷ് പാർട്ടിൽ നല്ലൊരു സ്കോർ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഇവിടെ എന്തുകൊണ്ട് നമ്മുടെ എൻട്രി അല്ലെ SSC ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം അത് ക്രാക്ക് ചെയ്യുന്നതിന് ഹെൽപ്ഫുൾ ആവുന്നു എന്ന് ചോദിച്ചാൽ, വൈ ഇറ്റ് ഈസ് സോ യുണീക്ക് എന്ന് ചോദിച്ചാൽ, വി ആർ ഗോയിങ് ടു ക്രാക്ക് ഇംഗ്ലീഷ് ത്രൂ ലോജിക്
നോട്ട് റോട്ട് ലേണിംഗ് എന്നുള്ളതാണ്. ഓക്കെ, ഒരിക്കലും നമ്മളിവിടെ റോട്ട് ലേണിംഗ് അല്ല ചെയ്യുന്നത്, ഒരിക്കലും നമ്മളിവിടെ മെമ്മറൈസേഷൻ അല്ല ചെയ്യുന്നത്. ഓക്കെ, സിംപ്ലി ബൈ ഹാർട്ടി അല്ല നമ്മളിവിടെ ചെയ്യുന്നത്. എൻട്രിയിലൂടെ നിങ്ങൾ ചെയ്യാനായിട്ട് പോകുന്നത് യു ആർ ഗോയിങ് ടു ക്രാക്ക് ഇംഗ്ലീഷ് ത്രൂ ലോജിക്. എങ്ങനെ ലോജിക് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഇംഗ്ലീഷ് സെക്ഷൻ ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് എൻട്രിയിലെ ഓരോ ഇംഗ്ലീഷ് ക്ലാസ്സസും നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. Okay, so it is important to know this syllabus segmentation. ഈ 3 കമ്പാർട്ട്മെന്റ്സിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് വെക്കുക. ഗ്രാമറും വൊക്കാബുലറിയും കോംപ്രഹെൻഷനും എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് നമ്മളിവിടെ മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾ നേരെ ടയർ 1ന്റെ ആ ഒരു ഭാഗത്തോട്ട് പോകുന്നു. നമ്മൾ അവിടെ പറഞ്ഞു 25 ചോദ്യങ്ങളാണ് നമുക്ക് അവിടെ വരാനായിട്ട് പോകുന്നത് എന്നുള്ളത് അല്ലെ. സോ അതിന് 50 മാർക്സ് ആണ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. ഏതാണ്ട് 15 മിനിറ്റിനുള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിക്ക് വേണം ജനറൽ ഇംഗ്ലീഷ് സെക്ഷനെ നിങ്ങൾ സമീപിക്കാനായിട്ട് when it comes to SSC CGL സെക്ഷൻ. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ 4 പാർട്സ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്ന സിലബസിലെ ടോപ്പിക്സിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ അതിൽ ആദ്യം വരുന്നത് വൊക്കാബുലറി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അതിലാണ് സിനണിംസ് ആൻഡ് ആന്റണിംസ് വരുന്നത്. ഓക്കെ, അപ്പൊ സിനണിംസ് എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് വരുന്ന വാക്കുകളാണ്. ആന്റണിംസ് എന്ന് പറയുന്ന സമയത്ത് ഓപ്പോസിറ്റ് മീനിങ്സ് വരുന്ന വാക്കുകളാണ്. അതുപോലെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക എന്നുള്ള രീതിക്ക് നമ്മൾ കുഞ്ഞുനാളിലൊക്കെ ചെയ്തിട്ടില്ലേ? അപ്പൊ അതുപോലെയുള്ള ചോദ്യങ്ങളാണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ വരാനായിട്ട് പോകുന്നത്. ഓക്കെ, now idioms and phrases ഉണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്, ഹൈലി സ്കോറിംഗ് ആയിട്ടുള്ള ഭാഗമാണ് idioms and phrases എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം idioms എന്ന് പറയുമ്പോൾ എന്താണ്? അതിന്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ഇറ്റ്സ് ഒറിജിനൽ മീനിങ് അല്ലെ. ആപ്പിൾ ഓഫ് വൺസ് ഐ ഒക്കെ നിങ്ങൾ കേട്ട് കാണും, അതൊക്കെ idioms ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള idioms and phrases, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, സിനണിംസ് ആൻഡ് ആന്റണിംസ്, ഇതാണ് വൊക്കാബുലറി പാർട്ടിൽ വരാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇനി ഗ്രാമർ ആൻഡ് യൂസേജ് റിലേറ്റഡ് ആയിട്ടുള്ള സെഗ്മെന്റ്സിൽ വരുന്ന ടോപ്പിക്സ് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ സ്കോറിംഗ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണിത് കേട്ടോ. സോ അതിൽ എറർ സ്പോട്ടിംഗ് വരുന്നുണ്ട്. സ്പോട്ട് ദ എറർ അല്ലെ, തന്നിരിക്കുന്നതിൽ ഏത് ഭാഗമാണ് ലൈക്ക് ഒരു സെന്റൻസ് തരും, അതിനെ 3ഓ 4ഓ ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്ത് തരും. അതിൽ ഏത് ഭാഗത്താണ് എറർ വരുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ വരുന്നത്. ഓക്കെ, ഇനി ഫിൽ ദ ബ്ലാങ്ക്സ് വരുന്നുണ്ട് അല്ലെ. ഒരു സെന്റൻസ് തരും, അതിൽ ബ്ലാങ്ക് ഉണ്ടാവും. ആ ബ്ലാങ്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ് വെച്ച് ഫിൽ ചെയ്യുന്ന രീതിക്ക് അത് സിംഗിൾ ഫില്ലേഴ്സ് വരാം, ഡബിൾ ഫില്ലേഴ്സ് വരാം. ഓക്കെ, അതുപോലെ സെന്റൻസ് കറക്ഷൻ. ഓക്കെ, സെന്റൻസ് കറക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നിരിക്കുന്ന സെന്റൻസിൽ ലൈക്ക് സെന്റൻസ് സബ്സ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നിട്ടുണ്ടാവും, അത് ഇംപ്രൂവ് ചെയ്ത് മറ്റൊരു അതായത് ആ ഒരു തന്നിരിക്കുന്ന അണ്ടർലൈൻ ചെയ്ത് തന്നിരിക്കുന്ന ഭാഗം അത് റീപ്ലേസ് ചെയ്ത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് ചൂസ് ചെയ്താലാണ് ആ ഒരു സെന്റൻസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആകുക എന്നുള്ള രീതിക്കുള്ള സെന്റൻസ് കറക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ഇറ്റ് ഈസ് വെരി സിമിലർ ടു സെന്റൻസ് ഇംപ്രൂവ്മെന്റ്. ഓക്കെ, അപ്പൊ സെന്റൻസ് സബ്സ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ഗ്രാമർ ആൻഡ് യൂസേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗത്ത് വരുന്ന ടോപ്പിക്സ് ആണ്. ഓക്കെ, ഇനി വരുന്നത് റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ്. സോ റീഡിംഗ് കോംപ്രഹെൻഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു പാസേജ് തരും, അത് മിക്കവാറും അൺസീൻ പാസേജ് ആയിരിക്കും. അപ്പൊ നമ്മളത് വായിച്ച് മനസ്സിലാക്കി അതിനോടനുബന്ധിച്ച് തരുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന രീതിയാണ് റീഡിംഗ് കോംപ്രഹെൻഷനിൽ വരുന്നത്. സോ ഒരു പാസേജ് ആയിരിക്കും മിക്കവാറും നമുക്ക് ടയർ 1 വരാനായിട്ട് പോകുന്നത്. അവിടെ 5ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, ആ ഒരു പാസേജ് റിലേറ്റഡ് ആയിട്ടുള്ള 5ഓളം ക്വസ്റ്റ്യൻസ്. അത് ഇൻഫറൻസ് ബേസ്ഡ് ഉള്ള ക്വസ്റ്റ്യൻസ് വരാം, ഫാക്ട് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അതുപോലെ ലൈക്ക് വൊക്കാബുലറി ഇൻ കോണ്ടെക്സ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മേ ബി ഒരു സിനണിം അല്ലെങ്കിൽ ആന്റണിം തന്നിട്ട് ആ ഒരു പാസേജ് റിലേറ്റഡ് ആയിട്ട് ആ ഒരു വേർഡിന്റെ മീനിങ്, ഓക്കെ, ഒരു പെർട്ടിക്കുലർ വേർഡ് തന്നിട്ട് അതിന്റെ സിനണിം കാണാനായിട്ട് അല്ലെങ്കിൽ ആന്റണിം കാണാനായിട്ട്, അതല്ലെങ്കിൽ ആ ഒരു പാസേജിൽ ആ ഒരു വേർഡിന്റെ മീനിങ് എന്താണ്, ഓക്കെ, കോണ്ടെക്സ്റ്റുവൽ മീനിങ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ റീഡിംഗ് കോംപ്രഹെൻഷൻ റിലേറ്റഡ് ആയിട്ട് വരാം. ഓക്കെ, ഇനി വെർബൽ എബിലിറ്റി ആണ് വരുന്നത്. അവിടെയാണ് പാരജമ്പിൾസ് പോലെയുള്ള, ക്ലോസ് ടെസ്റ്റ് പോലെയുള്ള, സെന്റൻസ് ഇംപ്രൂവ്മെന്റ് പോലെയുള്ള ടോപ്പിക്സ് വരുന്നത്. ഓക്കെ, അപ്പൊ പാരജമ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാരഗ്രാഫിലെ 5 സെന്റൻസസ്, ഓക്കെ, അത് ജമ്പിൾഡ് ഓർഡറിൽ തന്നിട്ടുണ്ടാവും. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ടുള്ള ഓർഡറിലോട്ട് മാറ്റണം. അതിനെയാണ് പാരജമ്പിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലോസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു പാസേജ് തരും, അതിൽ 5 ബ്ലാങ്ക്സ് ഉണ്ടാവും. സോ ആ 5 ബ്ലാങ്ക്സും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാക്കുകൾ വെച്ച് ഫിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ കൊഹീറന്റ് ആയിട്ടുള്ള മീനിങ്
ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാസേജ് കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് ക്ലോസ് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെന്റൻസ് ഇംപ്രൂവ്മെന്റ് ആസ് എ ഓൾറെഡി സെഡ്, ഒരു സെന്റൻസ് തരും, അതിൽ ഒരു പെർട്ടിക്കുലർ ഭാഗം നമുക്ക് മാർക്ക് ചെയ്ത് തരും. അപ്പൊ അത് മാറ്റി തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏത് ചൂസ് ചെയ്താലാണ് ആ ഒരു സെന്റൻസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആവുക എന്നുള്ള ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ് സെന്റൻസ് ഇംപ്രൂവ്മെന്റിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് ടയർ 1 വരാനായിട്ട് പോകുന്നത്. ഇത് ഗ്രൂപ്പ് ചെയ്തിരിക്കുകയാണ് കേട്ടോ, സിമിലർ ആയിട്ടുള്ള ടോപ്പിക്സ് ഒരു ഗ്രൂപ്പ് എന്നുള്ള രീതിക്ക് അങ്ങനെ ഗ്രൂപ്പ് ചെയ്തിരിക്കുകയാണ്. സോ ഇവിടെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഓക്കെ, 0.5 മാർക്സ് ആണ് നമുക്ക് ഒരു റോങ് ആൻസറിന് പോകാനായിട്ട് പോകുന്നത്, നമുക്ക് നഷ്ടപ്പെടാനായിട്ട് പോകുന്നത്. അപ്പം ഏതാണ്ട് 36 സെക്കൻഡിൽ തീർക്കുന്ന രീതിക്ക് ഓരോ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഭാഗത്ത് സാധിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ടയർ 1 കുറിച്ചുള്ള ഒരു ഏകദേശം ഐഡിയ കിട്ടി കാണുമല്ലോ അല്ലെ. ഇനി നമ്മൾ ടയർ 2 പോകുന്നു. അവിടെ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ റിലേറ്റഡ് ആയിട്ട് 45 ചോദ്യങ്ങളാണ് വരാനായിട്ട് പോകുന്നത്. ഓരോ ചോദ്യങ്ങൾക്കും 3 മാർക്കുകൾ എന്നുള്ള രീതിക്ക് 135 മാർക്സ് ആണ് നമുക്ക് അവിടെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, സോ ദിസ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ ടയർ 2 വേണ്ടി ടയർ 2 ഫോക്കസ് ചെയ്ത് വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ഇതില് റീഡിംഗ് കോംപ്രഹെൻഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇറ്റ് ഇസ് ലൈക്ക് ഏതാണ്ട് 1 മുതൽ 2ഓളം പാസേജസ് നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പം ഫാക്ച്വൽ ആയിട്ടുള്ള പാസേജസ് ഉണ്ടാവും, ലിറ്റററി പാസേജസ് ഉണ്ടാവും, ഡിസ്കേഴ്സീവ് ആയിട്ടുള്ള പാസേജസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ ടയർ 1 സംബന്ധിച്ചിടത്തോളം ടയർ 2 കുറച്ചുകൂടി ഡിഫിക്കൾട്ട് ആയിട്ടുള്ള, നമ്മൾ വായിച്ച് മനസ്സിലാക്കി പ്രോസസ് ചെയ്ത് എഴുതേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് റീഡിംഗ് കോംപ്രഹെൻഷൻ റിലേറ്റഡ് ആയിട്ട് വരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഏതാണ്ട് 8 മുതൽ 12ഓളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, 1 മുതൽ 2 പാസേജസിൽ നിന്ന് 8 മുതൽ 12 വരെയുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി വരാനായിട്ട് പോകുന്നത് ഗ്രാമർ ഫണ്ടമെന്റൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ടെൻസസ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ഏത് ടെൻസ് ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ളത്, ടെൻസ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതുപോലെ വോയിസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, നറേഷൻ എന്ന് പറയുന്ന സമയത്ത് ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ആർട്ടിക്കിൾസ്, ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾ നമുക്ക് അവിടെ കൊടുക്കാനായിട്ട് പറ്റുന്നത് എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, പ്രപ്പോസിഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഗ്രാമർ ഫണ്ടമെന്റൽസ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതാണ്ട് 8 മുതൽ 10ഓളം ചോദ്യങ്ങൾ നമ്മൾ ഇവിടെ എക്സ്പെക്ട് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ അഡ്വാൻസ്ഡ് വൊക്കാബുലറി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇവിടെ വരും. അതിൽ സിനണിംസ്, ആന്റണിംസ്, ഈഡിയംസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ പോലെയുള്ള ടോപ്പിക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ 6 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങളാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സിനണിംസും ആന്റണിംസും ഒക്കെ നല്ല രീതിക്ക് ബുദ്ധിമുട്ടുള്ള തരത്തിലുള്ള തന്നെയായിരിക്കും. ഓക്കെ, എളുപ്പത്തിൽ നമുക്ക് ആൻസർ ചെയ്യാവുന്ന രീതിക്കുള്ളതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ അഡ്വാൻസ്ഡ് വൊക്കാബുലറി ആണ്. ഓക്കെ, അപ്പൊ അതിന് കൃത്യമായിട്ടുള്ള ഒരു പഠനം നമുക്ക് അത്യാവശ്യമായിട്ടുണ്ട്. ഓക്കെ, ലൈക്ക് വൈസ് സെന്റൻസ് കറക്ഷൻ ആൻഡ് ഇംപ്രൂവ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് നമുക്ക് ഏതാണ്ട് 6 മുതൽ 8ഓളം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. എറർ സ്പോട്ടിംഗ്, ഇംപ്രൂവിംഗ് സെന്റൻസസ്, റീഓർഡറിംഗ് ഒക്കെ ഈ ഒരു ഭാഗത്ത് വരുന്ന ടോപ്പിക്സ് ആണ്. ഓക്കെ, നൗ കംസ് ക്ലോസ് ടെസ്റ്റ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അത് കോണ്ടെക്സ്ച്വൽ വൊക്കാബുലറി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗ്രാമർ ആസ്പെക്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പാസേജ് റിലേറ്റഡ് ആയിട്ട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടുത്തെ നമ്മൾ ഏതാണ്ട് 5 മുതൽ 10ഓളം ചോദ്യങ്ങളാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഏതാണ്ട് 45ഓളം ചോദ്യങ്ങൾ ഈ ടയർ 2 ഭാഗത്ത് നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഈ ലൈക്ക് സിലബസിനെ, ടയർ 2 സിലബസിനെ നമ്മൾ ഈ 5 സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഗ്രൂപ്പ് ചെയ്ത് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നുള്ളതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, റൈറ്റ്. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് 45 ചോദ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഓരോ ചോദ്യം ശരിയാക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത് 3 മാർക്കുകളാണെന്ന് പറഞ്ഞു. അവിടെ നെഗറ്റീവ് മാർക്കിംഗ് കൊണ്ട് 1 മാർക്ക് ഒരു തെറ്റായ ചോദ്യത്തിന് എന്നുള്ള രീതിക്ക് നമുക്ക് അവിടെ നഷ്ടമാകും. ഓക്കെ, സോ വി മസ്റ്റ് ബി വെരി കെയർഫുൾ വൈൽ ആൻസറിങ് എന്നുള്ളതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് ടോപ്പിക് വൈസ് വെയിറ്റേജ് ഒന്ന് നോക്കാം അല്ലെ. ഏത് ടോപ്പിക്കിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ അല്ലെ, ഏതാണ് ലീസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്, ഇത് നമുക്കൊന്ന് അറിയണമെങ്കിൽ നമുക്ക് ആ ഒരു ടോപ്പിക് വൈസ് വെയിറ്റേജിന്റെ ഒരു ഏകദേശ ഐഡിയ നമുക്കുണ്ടാവണം അല്ലെ. സോ ഇവിടെ ടയർ 1 ആൻഡ് ടയർ 2 കമ്പൈൻഡ് ആയിട്ടുള്ള ടോപ്പിക് വൈസ് വെയിറ്റേജ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഗ്രാമർ ആൻഡ് സെന്റൻസ് സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ട് 25% ടോപ്പിക് വൈസ് വെയിറ്റേജ് വരുന്നത് അല്ലെ. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഗ്രാമർ ആൻഡ് സെന്റൻസ്
സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക്സ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഗ്രാമറിൽ നമ്മൾ ഓക്കെ ആണോ? എന്നാൽ 100-ൽ 25% നമ്മുടെ കാര്യം ഓക്കെ ആയി. ഓക്കെ, നൗ കംസ് റീഡിംഗ് കോംപ്രഹെൻഷൻ. റീഡിംഗ് കോംപ്രഹെൻഷന് 22ഓളം പെർസെൻറ്റേജ് ആണ് ഇവിടെ വെയിറ്റേജ് ആയിട്ട് ഔട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അല്ലെ. സോ ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ടു ഓക്കെ റീഡിംഗ് കോംപ്രഹെൻഷൻ. അപ്പൊ നമ്മൾ വായിച്ച് മനസ്സിലാക്കി അനലൈസ് ചെയ്ത് ഇൻഫർ ചെയ്ത് ആൻസറിലോട്ട് എത്താനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ വെക്കാബുലറിക്ക് 20% ആണ് വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നൗ കംസ് ക്ലോസ് ടെസ്റ്റ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അതിന് 15%. പാരജംബിൾസ് ആൻഡ് സെന്റൻസ് ഓർഡറിംഗ് അതിന് 10%. ലൈക്വൈസ് മിസ്ലേനിയസിന് 8%. അപ്പൊ ഇങ്ങനെ പോകുന്നു ടോപ്പിക് വൈസ് വെയിറ്റേജ്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഗ്രാമർ ആൻഡ് സെന്റൻസ് സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. റീഡിംഗ് കോംപ്രഹെൻഷനും വൊക്കാബുലറിയും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, റൈറ്റ്. സി, ഇനി നമ്മൾ പറഞ്ഞു ഗ്രാമർ എന്ന് പറയുന്നത് ഈ ഒരു എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് അല്ലെ. സോ വെൻ ഇറ്റ് കംസ് ടു ഗ്രാമർ, കൂടുതലും സ്പോട്ട് എറർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിലാണ് കുട്ടികൾ ആസ്പിരൻസ് വളരെയധികം ബുദ്ധിമുട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളത് നോക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എറർ സ്പോട്ടിങ്ങും സെന്റൻസ് ഇംപ്രൂവ്മെന്റും ആയിട്ട് ഏതാണ്ട് 30 മുതൽ 40% ഗ്രാമർ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു എക്സാമിന് വരാനായിട്ട് പോകുന്നത്. അപ്പൊ ഗ്രാമർ റിലേറ്റഡ് ആയിട്ട് ഏതൊക്കെ ആസ്പെക്ട്സ് ആണ് നമ്മൾ കവർ ചെയ്യേണ്ടത്? സി, സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് അഥവാ കോൺകോർഡ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. വി നീഡ് ടു നോ. ഓക്കെ, സ്പോട്ട് എറർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാറുള്ള ഒരു ഭാഗമാണ് സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, അതുപോലെ ടെൻസസും അതിന്റെ മുഴുവൻ ഫോംസും നമുക്കറിയാം. ടെൻസസിനെ 3 നമ്മൾ ബ്രോഡ്ലി ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ. പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും വരുന്നുണ്ട്. അതിന്റെ സബ് ഡിവിഷൻസ് വരുന്നുണ്ട്. അത് 12ഓളം വരുന്നുണ്ട് അല്ലെ. അപ്പൊ ആ എല്ലാ സബ് ഡിവിഷൻസും അതിന്റെ യൂസേജസും ഓക്കെ അതിന്റെ ഫോമും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, നൗ കംസ് പ്രപ്പോസിഷൻസ്. പ്രപ്പോസിഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇന്നും, ഓണും, അണ്ടറും, ഫോറും അല്ലെ. ഇതൊക്കെ എന്താണ്? പ്രപ്പോസിഷൻസ് ആണ്. സോ ഏതൊക്കെ പ്രപ്പോസിഷൻസ് എവിടെയൊക്കെ യൂസ് ചെയ്യുന്നു, പ്രപ്പോസിഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, നൗ കംസ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആൻഡ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഭാഗമാണ്. സോ വി നീഡ് ടു നോ. സി, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസും അതുപോലെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചും നമ്മൾ അതിന്റെ ബേസിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾറെഡി സെറ്റ്. പിന്നെ നമുക്ക് അതിൽ നിന്ന് പുറത്തോട്ടൊന്നും പഠിക്കാനായിട്ടില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ്, കൺവേർഷൻ റൂൾസ്, അതുപോലെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കൺവേർഷൻ റൂൾസ്, ഇത് രണ്ടും പഠിച്ച് സെറ്റാക്കി വെക്കുക. ഓക്കെ, അപ്പൊ ആ ഭാഗത്തു നിന്ന് വരുന്ന മുഴുവൻ ചോദ്യങ്ങളും നമുക്ക് എളുപ്പത്തിൽ വിതിൻ സെക്കൻഡ്സ് നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ കംസ് എറർ സ്പോട്ടിംഗ്. എറർ സ്പോട്ടിംഗിൽ നമ്മൾ പറഞ്ഞു ഈ ഭാഗങ്ങളൊക്കെ ക്ലിയർ ആക്കി കഴിഞ്ഞാലാണ് നമുക്ക് എറർ സ്പോട്ടിംഗ് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, നൗ കംസ് സെന്റൻസ് ഇംപ്രൂവ്മെന്റ്. നമ്മൾ പറഞ്ഞു സെന്റൻസ് ഇംപ്രൂവ്മെന്റിനും ബേസ് ആയിട്ട് വരുന്നത് ഈ ഗ്രാമറിലുള്ള ആ ഒരു അവബോധം തന്നെയാണ്. സോ വി നീഡ് ടു be thorough with all these things. Now comes articles and determiners. Okay, appo articles um determiners like a and the adinte usage adinte special usages okay നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. Now conjunctions and modifiers വരുന്നുണ്ട് അല്ലെ. conjunctions എന്ന് പറയുമ്പോൾ കണക്റ്റിംഗ് വേർഡ്സ് ആണ്. ആൻഡ് അല്ലെ, ബട്ട്, ഫോർ അല്ലെ, ഇത്തരത്തിലുള്ള സബോർഡിനേറ്റ് കൺജങ്ഷൻസ്, അതുപോലെ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്, അതുപോലെ കോറിലേറ്റീവ് കൺജങ്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൺജങ്ഷൻസിന്റെ കാറ്റഗറീസ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ പഠിക്കണം. അത് എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ അറിയണം. ഓക്കെ, അതുപോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ഓക്കെ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കണം. സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് അറിയണം, ടെൻസസ് അറിയണം, പ്രപ്പോസിഷൻസ് അറിയണം, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് അറിയണം, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, കൺജങ്ഷൻസ് ആൻഡ് മോഡിഫയേഴ്സ്, ആർട്ടിക്കിൾസ് ആൻഡ് ഡിറ്റർമിനേഴ്സ്, പാർട്സ് ഓഫ് സ്പീച്ച്. പാർട്സ് ഓഫ് സ്പീച്ചും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 8 പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട് അല്ലെ. നൗൺ, പ്രൊനൗൺ, വേർബ് എന്നൊക്കെ പറഞ്ഞിട്ട് ആഡ്ജക്റ്റീവ്സ്, ആഡ്വേർബ്സ്, ഓക്കെ, പ്രപ്പോസിഷൻസ്, ഇന്റർജെക്ഷൻസ് ഒക്കെ പറഞ്ഞ് 8 പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. അത് നമുക്ക് അറിയണം. അതുപോലെ കണ്ടീഷണൽസ് ആൻഡ് നറേഷൻ. സി, കണ്ടീഷണൽസ് പറയുമ്പോൾ 0 കണ്ടീഷണൽ, ഫസ്റ്റ് കണ്ടീഷണൽ, സെക്കൻഡ് കണ്ടീഷണൽ, തേർഡ് കണ്ടീഷണൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഫ് ക്ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോഴാണ് ഗ്രാമറിൽ നമ്മളൊന്ന് സെറ്റ് ആവുന്നത്.
ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളെങ്കിലും ഗ്രാമർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം ഇൻ ഓർഡർ ടു ക്രാക്ക് SSC ഇംഗ്ലീഷ്. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് വൊക്കാബുലറിയുടെ കാര്യത്തിലോട്ട് പോവാം. ഓക്കെ, ഇപ്പൊ വൊക്കാബുലറിയുടെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട് പോകുന്നത് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ആണ്. ഒന്ന് സിനണിംസ് ആൻഡ് ആന്റണിംസ് ആണ്. ഓക്കെ, സെയിം മീനിങ്സ് വരുന്ന വാക്കുകളും ഓപ്പോസിറ്റ് മീനിങ്സ് വരുന്ന വാക്കുകളും. അപ്പൊ അവിടെ ഒരു വേർഡ് നമുക്ക് കിട്ടുന്ന സമയത്ത് അത് പോസിറ്റീവ് ആയിട്ടുള്ള വേർഡ് ആണോ അതോ നെഗറ്റീവ് ആയിട്ടുള്ള വേർഡ് ആണോ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയെടുക്കണം. ഓക്കെ, ഒബ്വിയസ്ലി വി നീഡ് ടു ലേൺ മെനി ന്യൂ വേർഡ്സ്. അറ്റ് ദ സെയിം ടൈം ഒരു വേർഡ് കിട്ടുമ്പോൾ നമുക്ക് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, പോസിറ്റീവ് വേർഡ് ആണോ നെഗറ്റീവ് വേർഡ് ആണോ എന്നുള്ളത്. ഓക്കെ, ഇനി ആ ഒരു ലൈക്ക് ഡെഫിനിഷൻ വെച്ച് മാത്രം ഒരു വാക്കിന്റെ ഡെഫിനിഷൻ വെച്ച് മാത്രം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പാടില്ല, ആ ഒരു വേർഡിനെ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് പാടില്ല. മറിച്ച് ആ ഒരു വേർഡിന്റെ ടോൺ നോക്കി വേണം നമ്മളത് ലൈക്ക് ഫിക്സ് ചെയ്യാനായിട്ട്, വെദർ ഇറ്റ് ഇസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് എന്നുള്ളത്. ഓക്കെ, അതുപോലെ SSC പ്രീവിയസ് ഇയർ വൊക്കാബുലറി ലിസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അതിനാണ് നമ്മൾ ടോപ്പ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. കാരണം ഓൾറെഡി ചോദിച്ച ലൈക്ക് വേർഡ്സ് തന്നെ വീണ്ടും വീണ്ടും SSC റിപ്പീറ്റ് ചെയ്യാറുണ്ട്. സോ അത്തരത്തിലുള്ള ആ ഒരു വൊക്കാബ് ലിസ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക, നമ്മളത് പഠിച്ചെടുക്കുക എന്നുള്ളത് സിനണിംസ് ആൻഡ് ആന്റണിംസ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട്, അതിൽ കൂടുതൽ സ്കോർ ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. Okay, now comes idioms and phrases. Okay, see idioms and phrases ഐസൊലേഷനിൽ പഠിച്ചെടുക്കുന്നത്, ഒരു idiom നമ്മൾ പഠിക്കുന്നു, അതിന്റെ മീനിങ് ഇതാണ് എന്ന് നമ്മൾ അങ്ങനെ പഠിച്ചെടുക്കുന്നതിനേക്കാൾ നമ്മളൊരു കോണ്ടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റോറി ആയിട്ട് കണക്ട് ചെയ്തിട്ട് ഒക്കെ പഠിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി റിയലി ഇൻട്രസ്റ്റിംഗ്. അത് നമുക്ക് റീറ്റെയിൻ ചെയ്യാനായിട്ടും എളുപ്പത്തിൽ സാധിക്കും. Okay, so learn idioms through stories and context. That is important. Now understand context. Okay, ഒരിക്കലും idioms-ന്റെ ലിറ്ററൽ മീനിങ് അല്ല നമ്മൾ അവിടെ കൺസിഡർ ചെയ്യേണ്ടത്, മറിച്ച് അതിന്റെ കോണ്ടെക്സ്റ്റുവൽ മീനിങ് ആണ്. ഓക്കെ, കാരണം idioms-ന്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത് പല സമയത്തും അതിന്റെ ലൈക്ക് ആക്ച്വൽ മീനിങ്ങുമായിട്ട് ഡിഫറെന്റ് ആവാറുണ്ട്. ഓക്കെ, ലൈക്ക്വൈസ് ഫോക്കസ് ഓൺ കോമൺലി ടെസ്റ്റഡ് SSC idiom categories. ഓക്കെ, അപ്പോൾ there are certain idiom categories ലൈക്ക് SSC ഫോക്കസ് ചെയ്യുന്ന certain idiom categories ഉണ്ട്. അപ്പോൾ അത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്ത് കുറച്ചുകൂടി സ്കോർ കൂട്ടുന്നതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, now comes one word substitution. ഓക്കെ, സി വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏതാനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് ലൈക്ക് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ്, ലൈക്ക് മെഡിക്കൽ ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ളത്, ഫോബിയാസ് റിലേറ്റഡ് ആയിട്ടുള്ള വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള കാറ്റഗറീസ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ ഈ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് അഥവാ OWS അല്ലെ, അത് SSC പലതവണയും റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ റിപ്പീറ്റ് ചെയ്യപ്പെട്ട OWS അല്ലെങ്കിൽ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതിന്റെ ലിസ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പഠിക്കുക. അപ്പം അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഓക്കെ, അതുപോലെ തന്നെ ടാർഗറ്റ് മിനിമം 200 OWS പ്ലസ് സ്പെല്ലിംഗ് പിറ്റ്ഫോൾസ്. ഓക്കെ, അപ്പോൾ സോ ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. സി വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന സമയത്ത് ദർ ആർ സർട്ടൻ വേർഡ്സ്. ഓക്കെ, കൺഫ്യൂസിങ് വേർഡ് പെയേഴ്സ് എന്നൊക്കെ നിങ്ങൾ കേട്ട് കാണും അല്ലെ. അപ്പം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വാക്കായിരിക്കും, പക്ഷെ അതിന്റെ മീനിങ് എടുത്ത് നോക്കുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു സ്പെല്ലിംഗ് കൺഫ്യൂഷൻ വരാത്ത രീതിക്ക് വേർഡ് പെയേഴ്സിനെ മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ 200 വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് എങ്കിലും ഒരു 1 to 1 വീക്കിനുള്ളിൽ പഠിക്കുന്ന രീതിക്ക് മുന്നോട്ട് പോകുന്ന രീതിക്കുള്ള ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഒരാഴ്ചയിൽ നമ്മൾ 200 OWS പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി റിയലി ഗുഡ്. വെൻ ഇറ്റ് കംസ് ടു യുവർ എക്സാമിനേഷൻ യു ഹാവ് എ ലോട്ട് ഓഫ് OWS വിത്ത് യു. ഓക്കെ, സോ ഇവിടുത്തെ ഒരു 50 word റൂൾ എന്ന് പറയുന്നത് ഇതാണ്: ലേൺ അറ്റ്ലീസ്റ്റ് 50 new words or idioms every day using the Entry app. ഓക്കെ, Entry ആപ്പിൽ എക്സ്ക്ലൂസീവ് ആയിട്ട് ഇത്തരത്തിലുള്ള നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും അതുപോലെ റിസോഴ്സസും നോട്ട്സും വളരെ ക്രിസ്പ് ആയിട്ടുള്ള നോട്ട്സും എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ ലൈക്ക് ഫെസിലിറ്റീസും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് ഗോയിങ് ടു ഹെൽപ്പ് യു എ ലോട്ട്. ഓക്കെ, നിങ്ങൾ പല സോഴ്സസിൽ നിന്ന് പഠിക്കുന്നതിന് പകരം Entry is going to provide you all the things which are necessary for your exam. ഓക്കെ, അപ്പം അതിപ്പം OWS റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ലൈക്ക് സെറ്റ് ഓഫ് ലിസ്റ്റ് ആണെങ്കിലും, idioms and phrases റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ആണെങ്കിലും, സിനണിംസ് ആൻഡ് ആന്റണിംസിന്റെ കമ്പൈൽഡ് ഫോം ആണെങ്കിലും, ഓക്കെ, സ്ട്രാറ്റജീസ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് Entryയിൽ അവൈലബിൾ ആണ്. സോ യു ക്യാൻ യൂട്ടിലൈസ് ഇറ്റ്. ഓക്കെ, റൈറ്റ്.
Now let's speak about verbal ability. Okay, അപ്പം എങ്ങനെ നമുക്ക് ഡോട്ട്സ് കണക്ട് ചെയ്യാം, എങ്ങനെ നമുക്ക് ഗ്യാപ്സ് ബ്രിഡ്ജ് ചെയ്യാം when it comes to verbal ability എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്താണ്? സി ക്ലോസ് ടെസ്റ്റ് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട് അല്ലെ, 5 മുതൽ 10ഓളം ചോദ്യങ്ങൾ അവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കോണ്ടെക്സ്റ്റ് ആണ് കിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോണ്ടെക്സ്റ്റ് ആൻഡ് വി നീഡ് ടു ആൻസർ. ഓക്കെ, ദെൻ പാരജമ്പിൾസ് ഈ ഒരു ഭാഗത്ത് വരുന്നതാണ്. സോ പാരജമ്പിൾസ് എന്ന് പറയുമ്പോൾ PQRS എന്ന് പറഞ്ഞിട്ട് അത് ലൈക്ക് 4 സെന്റൻസസ് വരും. അത് റാൻഡം ഓർഡറിലായിരിക്കും തന്നിട്ടുണ്ടാവുക. അത് കൃത്യമായിട്ടുള്ള ഓർഡറിലേക്ക് നമ്മൾ മാറ്റണം. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത്? ലിങ്ക് പെയർ മെത്തേഡ് ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ആ കോണ്ടെക്സ്റ്റിനനുസരിച്ച് ലിങ്കിങ് വേർഡ്സ് ഉണ്ടോ എന്ന് നോക്കി, കോണ്ടെക്സ്റ്റുവൽ ക്യൂസ് ഉണ്ടോ എന്ന് നോക്കി അവ കണക്ട് ചെയ്താണ് നിങ്ങൾ പാരജമ്പിൾസ് ചെയ്യേണ്ടത്. ലൈക്ക് വൈസ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രൊനൗൺ ഫോളോസ് നൗൺ. അതിനൊരു എക്സാമ്പിൾ ആണ് പറയുന്നത് എങ്ങനെയാണ് നമ്മളിത് ലിങ്ക് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ നൗണിന് ശേഷമായിട്ട് ആയിരിക്കും എപ്പോഴും എന്ത് വരിക? പ്രൊനൗൺ വരിക അല്ലെ. അപ്പം അത്തരത്തിലുള്ള പെയേഴ്സ് നമ്മൾ ലിങ്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ആ ഒരു റിലേഷൻ ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റും. ഇനി റീഡിംഗ് കോംപ്രഹെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പാസേജസ് വരുന്ന സമയത്ത് നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഒന്ന് സ്കിം ചെയ്യണം, അതായത് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഓടിച്ചുള്ള വായന. പിന്നെ സ്കാൻ ചെയ്യണം, നമുക്ക് ആവശ്യമായിട്ടുള്ള വായന. പിന്നെ വി നീഡ് ടു ഫൈൻഡ് ദ സെൻട്രൽ തീം. എന്താണ് സെൻട്രൽ തീം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, സോ ഇത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ റീഡിംഗ് സ്പീഡും ലോജിക്കൽ ഫ്ലോവും ചെക്ക് ചെയ്യാനായിട്ടുള്ളതാണ്. സോ നമ്മുടെ ഒരു റീഡിംഗ് സ്പീഡ് കൂട്ടുക എന്നുള്ളതും അതുപോലെ ലോജിക്കലായിട്ട് ഉള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതും റീഡിംഗ് കോംപ്രഹെൻഷനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു വെർബൽ എബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങൾ, ക്ലോസ് ടെസ്റ്റ്, പാരജമ്പിൾസ്, റീഡിംഗ് കോംപ്രഹെൻഷൻ, ഇതൊക്കെ ക്രാക്ക് ചെയ്യാനായിട്ടുള്ള സ്മാർട്ട് സ്ട്രാറ്റജി എന്താണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ പാരജമ്പിൾസ് ആണെങ്കിലും ക്ലോസ് ടെസ്റ്റ് ആണെങ്കിലും റീഡിംഗ് കോംപ്രഹെൻഷൻ ആണെങ്കിലും നമ്മൾ ആദ്യം ഒന്ന് സ്കിം ചെയ്യാം. ഓക്കെ, ഒന്ന് ഓടിച്ചൊന്ന് വായിച്ചു നോക്കുക. അതിന് അറൌണ്ട് 90 സെക്കൻഡ്സ് മതി. ഓക്കെ, ആ ഒരു ഓടിച്ചുള്ള വായനയിൽ നമുക്ക് അതിന്റെ മെയിൻ ഐഡിയ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി റീഡിംഗ് കോംപ്രഹെൻഷൻ ഒക്കെ ആണെങ്കിലും ലൈക്ക് ക്ലോസ് ടെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിലും ഇനി പാരജമ്പിൾസ് ആണെങ്കിലും അതിനോടനുബന്ധിച്ച് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം വായിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് ലൈക്ക് ഈ പാസേജ് ആണെങ്കിലും ക്ലോസ് ടെസ്റ്റ് ആണെങ്കിലും പാരജമ്പിൾ ആണെങ്കിലും അതിലൊക്കെ എന്താണ് കണ്ടെത്തേണ്ടത് എന്നുള്ളൊരു ഐഡിയ നമുക്ക് ആദ്യം കിട്ടും. സോ ഗോ ഫോർ ദ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ്. ഓക്കെ, നൗ അവോയ്ഡ് സ്പെൻഡിങ് ടു ലോങ് ഓൺ വൺ RC പാസേജ്. ഓക്കെ, റീഡിംഗ് കോംപ്രഹെൻഷൻ ഒക്കെ വരുന്ന സമയത്ത് ഒരു പാസേജിൽ തന്നെ ഒരുപാട് നേരം സമയം ചിലവഴിക്കുന്നത് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം വായിച്ചു, സെൻട്രൽ ഐഡിയ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ലീവ് ഇറ്റ്. ഓക്കെ, ഇപ്പം ഫോർ ദ ടൈം ബീങ് ലെറ്റ് ഇറ്റ് ബി ദേർ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, ബിക്കോസ് ടൈം മാനേജ്മെന്റ് ഇസ് ദ കീ. ഓക്കെ, എന്നിട്ട് അവസാനം നമുക്ക് തിരിച്ചു വരാം. റൈറ്റ്, നൗ എലിമിനേറ്റ് റോങ് ഓപ്ഷൻ സിസ്റ്റമാറ്റിക്കലി. അത് ഏത് ചോദ്യത്തിലാണെന്നുണ്ടെങ്കിലും നമ്മൾ എലിമിനേഷൻ മെത്തേഡ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ അറിഞ്ഞോളണം എന്നില്ല, പക്ഷെ എഡ്യൂക്കേറ്റഡ് ഗെസ് യൂസ് ചെയ്തുകൊണ്ട് ലൈക്ക് ആവശ്യമില്ലാത്ത റോങ് ആണ് എന്ന് നമുക്ക് ഉറപ്പുള്ള ഓപ്ഷൻസ് അവോയ്ഡ് ചെയ്തുകൊണ്ട് എലിമിനേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ആൻസറിലോട്ട് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, നൗ ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. 20-minute ഡെയിലി എഡിറ്റോറിയൽ റീഡിംഗ് ബിൽഡ്സ് റിഫ്ലെക്സ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 20 മിനിറ്റ് നിങ്ങൾ ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിന്റെ എഡിറ്റോറിയൽ വായിക്കുക, മനസ്സിലാക്കുക എന്നുള്ളത് ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു. റീഡിംഗ് കോംപ്രഹെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള റീഡിംഗ് സ്പീഡ് കൂട്ടാനും ലോജിക്കൽ ഫ്ലോ കൂട്ടാനും അതുപോലെ വെക്കാബുലറി ബിൽഡ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ സാധിക്കും എന്നുള്ളതാണ്. സോ ഡെയിലി 20 minutes you need to read the editorial of any English newspaper and that is mandatory. Okay, so we need to know that time management is the key. Never spend more than 7 minutes on a single RC passage, especially when it comes to Tier 2. Okay, Tier 2 passage ഒക്കെ വരുന്ന സമയത്ത് മാക്സിമം ആണ് 7 മിനിറ്റ്, മാക്സിമം. അതിൽ കൂടുതൽ ഒരിക്കലും നിങ്ങൾ ഒരു RC വായിക്കുന്നതിനായിട്ട്, റീഡിംഗ് കോംപ്രഹെൻഷൻ വായിക്കുന്നതിനായിട്ട് എടുക്കരുത് എന്നുള്ളതാണ്. Okay, let us speak about PYQ analysis and study resources. Okay, അപ്പം ഇവിടെ ഞാൻ പറയാനായിട്ട് പോകുന്നത് നമ്മൾ എത്ര തന്നെ ഈ ഒരു ഇംഗ്ലീഷ് സെക്ഷൻ റിലേറ്റഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ എക്സാം പ്രിപ്പറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട 2 കാര്യങ്ങളെ കുറിച്ചാണ്. ഒന്ന്, proper study materials or resources you need to utilize. Okay, അപ്പൊ നമുക്ക് അറിയാം, നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട് എൻട്രിയിൽ നിങ്ങൾക്ക് ഈ ഒരു SSC CGL റിലേറ്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് സെഗ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആണ്
അല്ലെ? സോ ക്ലാസ്സസ് കാണുക എന്നുള്ളതും അതിൽ നിന്ന് വളരെ ക്രിസ്പ് ആയിട്ടുള്ള ഇൻഫർമേഷൻ സ്വീകരിക്കുക എന്നുള്ളതും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ വായിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ റെനൻ മാർട്ടിന്റെ ഹൈസ്കൂൾ ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് പറയുന്ന ഒരു ബുക്കുണ്ട്. അതുപോലെ SP ബാക്ഷിയുടെ ഒബ്ജക്റ്റീവ് ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന മറ്റൊരു ബുക്കുണ്ട്. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് ക്രാക്ക് ചെയ്യുന്നതിനായിട്ട് SSC ഇംഗ്ലീഷിന്റെ ആ ഒരു ഇംഗ്ലീഷ് സെക്ഷൻ ക്രാക്ക് ചെയ്യുന്നതിനായിട്ട് എൻട്രിയിലെ ക്ലാസ്സസ് നിങ്ങളെ സഹായിക്കുമെങ്കിൽ കൂടി അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ആ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ലേണിംഗ് ലെവൽ ഏസ് ചെയ്യാനായിട്ട് ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കുന്നതും നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ലൈക്ക്വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമായിട്ട് വരുന്നത്. സോ SSC റിപ്പീറ്റ് 60 to 70% ഓഫ് കോൺസെപ്റ്റ്സ് ഫ്രം PYQs. ഓക്കെ, അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് SSC ഇംഗ്ലീഷിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരാനായിട്ട് പോകുന്നത്, എന്ത് പാറ്റേണിലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഏത് തരത്തിലാണ് നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇപ്പൊ 2018 മുതൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന SSC CGL എക്സാം വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ പാറ്റേൺസ് അനലൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിന് മുന്നേ അത് റിലേറ്റഡ് ആയിട്ട് വന്ന PYQs ഏതാണ് എന്നുള്ളത് നോക്കി മനസ്സിലാക്കുക. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം ആ ടോപ്പിക്ക് കവർ ചെയ്യുക, അതിനുശേഷം ആ PYQs വർക്ക് ഔട്ട് ചെയ്ത് നോക്കുക. ഇതെല്ലാം തന്നെ എൻട്രിയിൽ നിങ്ങൾക്ക് ക്ലാസ്സസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എൻട്രിയിൽ നമ്മൾ ഈ ഒരു SSC CGL റിലേറ്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് സെക്ഷനിൽ ചോദിച്ചിട്ടുള്ള ഓവർ ദ ഇയേഴ്സ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ എല്ലാത്തിന്റെയും അനാലിസിസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണിലുള്ള ക്ലാസ്സസും അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്ക് ഔട്ട് ചെയ്യാനായിട്ട് മോക്ക് ടെസ്റ്റിന്റെ രൂപത്തിലും അതുപോലെ റിവിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള റിവിഷൻ സെഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള രൂപത്തിലും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. Now what you need to do is that you need to practice daily. That is important. Okay, അപ്പം എൻട്രി പ്ലാറ്റ്ഫോം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവിടെ കിട്ടാനായിട്ട് പോകുന്ന എഡ്ജ് എന്താണെന്ന് ചോദിച്ചാൽ മറ്റ് ഒരു പാറ്റേൺ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സോ അല്ലെങ്കിൽ ഡിഫിക്കൽട്ടി ലെവൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോ ഒന്നും തന്നെ നിങ്ങൾക്ക് വരില്ല. ഓക്കെ, ഓൾറെഡി എല്ലാം സെറ്റ് ആണ്. സോ യു നീഡ് ടു ഗോ ത്രൂ ദ ക്ലാസ്സസ് ആൻഡ് യു നീഡ് ടു ഗ്രാസ്പ് ദ ഐഡിയാസ്. ദാറ്റ് ഈസ് ഓൾ. ഓക്കെ, സോ യു നീഡ് ടു പ്രാക്ടീസ് ക്വിസസ് വിത്ത് PYQ question bank, then daily vocabulary and study flashcards you need to utilize, and full length mock test and analytics you need to do. Okay, അപ്പം പ്രാക്ടീസ് ക്വിസസും അതുപോലെ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകളും ഒക്കെ എൻട്രിയിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സോ യു നീഡ് ടു യൂട്ടിലൈസ് ഓൾ ദോസ് തിങ്സ്. ഓക്കെ, അതുപോലെ ഡെയിലി വൊക്കാബുലറി ഡോസസും സ്റ്റഡി ഫ്ലാഷ് കാർഡ്സും ഒക്കെ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. സോ യു നീഡ് ടു ഗോ ത്രൂ ഓൾ ദീസ് തിങ്സ് ആൻഡ് ബി റൂട്ടഡ് ഇൻ യുവർ ബേസ്. ഓക്കെ, അതുപോലെ നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പറയാം. 20 മിനിറ്റ് എങ്കിലും ഡെയിലി നിങ്ങൾ എഡിറ്റോറിയൽ വായനയ്ക്ക് വേണ്ടി ചിലവിടണം. ഓക്കെ, അതുപോലെ 50ഓളം പുതിയ വേർഡ്സോ ഈഡിയംസോ നിങ്ങൾ എൻട്രി ആപ്പ് വഴി പഠിക്കണം. ലൈക്ക്വൈസ് 5 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്കിലും ഓരോ ടോപ്പിക്കിനും 5 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിക്കെങ്കിലും നിങ്ങൾ ഡെയിലി സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഡെയിലി പ്രാക്ടീസ് എന്നുള്ള രീതിക്ക് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഭാഗം SSC ഇംഗ്ലീഷിന്റെ SSC CGL ഇംഗ്ലീഷ് സെക്ഷൻ എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ വീണ്ടും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയുന്നു, PYQ അനാലിസിസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 60 മുതൽ 70% ഓക്കെ കോൺസെപ്റ്റ്സ് ആണ് SSC വീണ്ടും എക്സാംസിൽ ചോദിക്കുന്നത്. ഇറ്റ് ഇസ് ഗെറ്റിംഗ് റിപ്പീറ്റഡ്. സോ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഓൾ ദോസ് കോൺസെപ്റ്റ്സ് ആൻഡ് യു നീഡ് ടു ഏസ് ഇൻ ഇറ്റ്. ഓക്കെ, റൈറ്റ്. അപ്പം ഈ ടയർ 2-ല് 135 ഔട്ട് ഓഫ് 135 കിട്ടാനായിട്ട് എൻട്രിയുടെ റോഡ് മാപ്പ് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അല്ലെ, നമ്മുടെയൊക്കെ ആഗ്രഹം അതാണ് അല്ലെ, ഇംഗ്ലീഷിൽ ഫുൾ മാർക്സ് വാങ്ങിക്കുക, എസ്പെഷ്യലി ഇൻ ടയർ 2. എങ്ങനെ നമുക്കത് സാധ്യമാകും? അതിന് 3 സ്റ്റെപ്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ പാർട്സ് ഓഫ് സ്പീച്ച് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം പാർട്സ് ഓഫ് സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ ബേസിക് ഗ്രാമർ റൂൾസിലോട്ട് പോവാം. അപ്പം പാർട്സ് ഓഫ് സ്പീച്ച് നമ്മൾ സെറ്റ് ചെയ്യുന്നു, ഗ്രാമർ റൂൾസിലോട്ട് പോകുന്നു. അവിടെ നമുക്ക് പഠിച്ചെടുക്കാനായിട്ടുള്ള എല്ലാ ഗ്രാമർ റൂൾസും നമ്മൾ പഠിച്ചെടുക്കുന്നു. നൗ
ബിൽഡ് കോൺസെപ്റ്റ് ക്ലാരിറ്റി ത്രൂ ലോജിക് നോട്ട് റോട്ട് ലേണിംഗ്. ഓക്കെ, ഒരിക്കലും നമ്മളിത് ബൈ ഹാർട്ട് ചെയ്തിട്ടല്ല പഠിക്കുന്നത്, മറിച്ച് അതിലെ ലോജിക് മനസ്സിലാക്കിക്കൊണ്ടാണ്. ഓക്കെ, നൗ സ്റ്റഡി സബ്ജക്ട് വേർബ് അഗ്രിമെന്റ്, ടെൻസസ് ആൻഡ് വോയിസസ്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് സബ്ജക്ട് വേർബ് അഗ്രിമെന്റും ടെൻസസും വോയിസസും ആണ്. സോ ആദ്യം പാർട്സ് സ്പീച്ചും ബേസിക് ഗ്രാമർ റൂൾസും കവർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ സബ്ജക്ട് വേർബ് അഗ്രിമെന്റിലോട്ടും ടെൻസസിലോട്ടും ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസസിലോട്ടും കടക്കുന്നു. ഓക്കെ, അപ്പം യൂസ് എൻട്രി കോൺസെപ്റ്റ് വീഡിയോസ് ഫോർ ക്വിക്ക് ക്ലാരിറ്റി. ഓക്കെ, ഇപ്പൊ എൻട്രിയുടെ ഈ കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിക്കുള്ള വീഡിയോസ് എൻട്രി പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. സോ യൂട്ടിലൈസ് ഓൾ ദീസ് തിങ്സ് ഫോർ ക്വിക്ക് ക്ലാരിറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കുന്നു. ഇനി നമ്മൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് എന്താണ്? ഡെയിലി എഡിറ്റോറിയൽ റീഡിങ്ങും അതുപോലെ 50 വേർഡ് റൂൾ ഫോളോ ചെയ്യുക എന്നുള്ളതുമാണ്. ഓക്കെ, അപ്പൊ 20 മിനിറ്റോളം നിങ്ങൾ എന്ത് ചെയ്യണം? എഡിറ്റോറിയൽ വായിക്കണം. സോ ദാറ്റ് വിൽ ബി ഏബിൾ ടു ബിൽഡ് അവർ വെക്കാബുലറി, അല്ലെ? ആ ഒരു റീഡിംഗ് സ്പീഡ് കൂട്ടാനായിട്ട് സാധിക്കും. അതുപോലെ അനലൈസ് ചെയ്ത് എളുപ്പത്തിൽ ആൻസറിലോട്ട് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, സോ ദാറ്റ് ഇസ് നീഡഡ്. ലൈക്ക് വൈസ് ലേൺ 50 ന്യൂ വേർഡ്സ് ഓർ ഇഡിയംസ് പെർ ഡേ ഓൺ എൻട്രി. ഓക്കെ, ഇപ്പൊ എൻട്രി യൂസ് ചെയ്തുകൊണ്ട് 50 പുതിയ വേർഡ്സോ ഇഡിയംസോ പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ലൈക്ക് വൈസ് യു need to group synonyms or antonyms by positive negative tone. ഓക്കെ, അപ്പം നമുക്ക് കിട്ടുന്ന ആന്റണിംസ് ആൻഡ് സിനണിംസിന് പോസിറ്റീവ് ടോൺ ആണോ വരുന്നേ, നെഗറ്റീവ് ടോൺ ആണോ വരുന്നേ എന്ന് നോക്കി ഗ്രൂപ്പ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അതുപോലെ പ്രാക്ടീസ് ക്ലോസ് ടെസ്റ്റ് ആൻഡ് പാരജമ്പിൾ ഡ്രിൽസ് ഡെയിലി. ഓക്കെ, അപ്പം ക്ലോസ് ടെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡെയിലി ഡോസ്, അതുപോലെ പാരജമ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള ഡെയിലി ഡോസ് ഒക്കെ നിങ്ങൾക്ക് എൻട്രിയിലൂടെ അവൈലബിൾ ആവും. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഇതാണ് രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇനി വാട്ട് അബൌട്ട് തേർഡ് സ്റ്റെപ്പ്? ഇറ്റ് ഇസ് PYQ അനാലിസിസ് ആൻഡ് മോക്ക് ടെസ്റ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു SSC ഏതാണ്ട് 60 മുതൽ 70% കോൺസെപ്റ്റ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇറ്റ് ഇസ് ഓൺലി പോസിബിൾ ത്രൂ ഡൂയിങ് മോക്ക് ടെസ്റ്റ്, അല്ലെ? സോ സോൾവ് 5 ഫുൾ PYQ പേപ്പേഴ്സ് ബിഫോർ ദ എക്സാം. അത് ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് മുന്നേ ചുരുങ്ങിയത് 5 ഫുൾ PYQ പേപ്പേഴ്സ് എങ്കിലും നിങ്ങൾ സോൾവ് ചെയ്തിരിക്കണം. ഓക്കെ, അതുപോലെ ഫുൾ ലെങ്ത് എൻട്രി മോക്ക് ടെസ്റ്റുകൾ എൻട്രി ആപ്പിൽ അവൈലബിൾ ആണ്. അത് നമ്മൾ തന്നെ ടൈം മാനേജ് ചെയ്ത് എഴുതി പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ടൈം മാനേജ്മെന്റ് ഇസ് ദ കീ. ഓക്കെ, അതുപോലെ നിങ്ങളുടെ വീക്ക് സ്പോട്ട്സ് റിവൈസ് ചെയ്യാനായിട്ട് എൻട്രി സ്റ്റഡി കാർഡ്സും ഒക്കെ യൂസ് ചെയ്യുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് സെഗ്മെന്റിൽ ടയർ 2 135 ഔട്ട് ഓഫ് 135 സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിച്ചത്, അല്ലെ? ഇനി നമ്മൾ എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നുള്ളത് കൂടി പറയാം. കോമൺ പിറ്റ്ഫോൾസ് ടു അവോയ്ഡ്. ഓക്കെ, സോ ഡോണ്ട് പിക്ക് ആൻസേഴ്സ് ബിക്കോസ് ദേ സൗണ്ട് റൈറ്റ്. ഓക്കെ, നമ്മൾ ഒരു ചോദ്യം വായിക്കുന്നു, അതിന്റെ ഓപ്ഷൻസ് നോക്കുന്നു, അപ്പൊ നമുക്ക് തോന്നണം ഓക്കെ ഓപ്ഷൻ ബി ശരിയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ആൻസർ ചെയ്യരുത്. ഓക്കെ, ഓൾവേസ് അപ്ലൈ എ ഗ്രാമർ റൂൾ. ഓക്കെ, ഇപ്പൊ ഒരു ഗ്രാമർ റൂൾ അപ്ലൈ ചെയ്യാനായിട്ട് അവിടെ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കി അതിനനുസരിച്ച് വേണം നമ്മൾ അവിടെ ആൻസർ ചെയ്യാനായിട്ട്. Okay, likewise never ignore vocabulary. Okay, you cannot logic your way through synonyms. Okay, synonyms antonyms idioms ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഗസ് ചെയ്തുകൊണ്ട് ഓക്കെ ഈ ഒരു വേർഡിന്റെ മീനിങ് ഇതായിരിക്കും എന്ന് ഗസ് ചെയ്തുകൊണ്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റില്ല. ദാറ്റ് ഇസ് ടേക്കിംഗ് റിസ്ക്, isn't it? So vocabulary ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Now avoid spending too much time on one RC passage. Move on if stuck. Okay, ഒരു റീഡിംഗ് കോംപ്രഹെൻഷൻ പാസേജിൽ ഒരുപാട് സമയം ചിലവഴിക്കുക എന്നുള്ളത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. സോ നെവർ സ്പെൻഡ് ടു മച്ച് ടൈം ഓൺ വൺ പെർട്ടിക്കുലർ RC. മൂവ് ഓൺ. Okay, then don't skip spelling practice, occurrence, maintenance, renaissance, trip many students. Okay, അപ്പോൾ സ്പെല്ലിംഗ് പ്രാക്ടീസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത് ചില വാക്കുകൾ വളരെ കൺഫ്യൂസിങ് ആയിരിക്കും. നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ചിലപ്പം അതിന്റെ സ്പെല്ലിംഗ് വരുന്നത്. സോ സ്പെല്ലിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്നത് മാൻഡേറ്ററി ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. Now don't ignore Tier 2. Okay, Tier 2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ 135 മാർക്സ് ആണ് വരുന്നത്, അല്ലെ? സോ നമ്മൾ Tier 2 കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടത്. ഓക്കെ, now avoid rote memorization. ഒരിക്കലും കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്യുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നില്ല. സോ വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ റൂൾ ബിഹൈൻഡ് എവറി ആൻസർ. ഓക്കെ, ഓരോ ആൻസറിന് പുറകിലും ഏത് റൂൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് ശരിയായിട്ട് വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒരിക്കലും കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്യരുത്.
ചെയ്യരുത്. Now don't neglect parajumples. Okay, practice the link pair method daily. Okay, അപ്പൊ പാരജമ്പിൾസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ ലിങ്ക് പെയർ മെത്തേഡ് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പം എങ്ങനെ നമുക്ക് പെയർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതുണ്ടല്ലോ, ആ ലിങ്ക് പെയർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ പാരജമ്പിൾസ് ഡെയിലി പ്രാക്ടീസ് ചെയ്യാനായിട്ട്. ഓക്കെ, ലൈക്വൈസ് നെവർ സ്കിപ്പ് PYQ അനാലിസിസ്. ഓക്കെ, PYQ അനാലിസിസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് അറിയണം കഴിഞ്ഞ പ്രീവിയസ് ഇയേഴ്സിൽ അല്ലെ എന്തൊക്കെയാണ് SSC ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത്. സോ PYQs വർക്ക്ഔട്ട് ചെയ്യുക എന്നുള്ളത്, ആ പാറ്റേൺ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Now, don't underestimate close test. Okay, context clues always beat guesswork. Okay, so close test ൽ നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത് ഒറ്റയടിക്ക് 5 മാർക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഒരിക്കലും ക്ലോസ് ടെസ്റ്റിനെ സ്കിപ്പ് ചെയ്യാതിരിക്കുക. എപ്പോഴും കോണ്ടെക്സ്റ്റുവൽ ക്ലൂസ് നോക്കുക. ഓക്കെ, ഗസ് വർക്കിനേക്കാൾ കോണ്ടെക്സ്റ്റുവൽ ക്ലൂസ് ആണ് നമ്മളെ അവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, and you need to check entry practice quizzes and study cards on a daily basis, and that is going to give you edge over other aspirants. Okay, so entry sajjamana ningale SSC CGL crack cheyyunnadine help cheyyunnadinayitte. So avoid all these pitfalls and go for the strategy that I detail here. Okay, and that is going to do wonders in your life. Okay, appo ee oru strategy SSC CGL ന്റെ ഇംഗ്ലീഷ് സെക്ഷന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. സോ ഐ ഹോപ്പ് വാട്ട് എവർ വി ഹാവ് ഡിസ്കസ് ടുഡേ ഈസ് ക്ലിയർ ഫോർ യു. അല്ലെ, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ യു ക്യാൻ കോൺടാക്ട്, അല്ലെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടുക. സോ ദാറ്റ് യു വിൽ ബി ഗെറ്റിംഗ് ദ റെസ്പോൺസ്. ഓക്കെ, സോ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. Okay, thank you so much for your patient listening. Happy learning.